എന്നിൽ മനസ്സുറപ്പിച്ച് ഏതെങ്കിലും രൂപം സങ്കല്പിച്ച് എന്നെ ധ്യാനിക്കുന്നവരും യോഗികൾ തന്നെയാണ്. എന്നെ മനസ്സ് അന്തർമുഖമാക്കി പരമസത്യമായി അറിഞ്ഞ് നിർഗുണ ബ്രഹ്മോപാസന ചെയ്യുന്നവരും എന്നിൽ തന്നെ എത്തിച്ചേരുന്നു. എന്നാൽ ഇന്ദ്രിയങ്ങളാലോ മനസ്സിനാലോ അറിയാനാവാത്ത നിർഗുണ ബ്രഹ്മോപാസന സാധാരണക്കാർക്ക് വളരെ ക്ലേശമാണ്. അങ്ങനെയുള്ളവർ എന്നെ ധ്യാനിച്ചും ഭജിച്ചും കഴിഞ്ഞാൽ മൃത്യുസംസാര സാഗരത്തിൽ നിന്നും ഞാൻ അവരെ മോചിപ്പിക്കുന്നു. അത്രയും ദൃഢത മനസ്സിന് കൈവന്നിട്ടില്ലെങ്കിൽ നീ അഭ്യാസയോഗത്തിലൂടെ എന്നിലേക്കെത്തുക. അതിനും അസമർത്ഥനാണെങ്കിൽ എനിക്ക് വേണ്ടി കർമ്മം ചെയ്ത് ജീവിക്കുക. അതിനു പോലും കഴിവില്ലെങ്കിൽ ചെയ്യുന്ന കർമ്മങ്ങൾ എനിക്ക് സമർപ്പിക്കുക. സർവചരാചരങ്ങളോടും വിദ്വേഷമില്ലാത്തവനും ഏവർക്കും സുഹൃത്തും കരുണയുള്ളവനും തൻ്റേതെന്ന അഹന്തയില്ലാത്തവനും സുഖദുഃഖങ്ങൾ സമമായി കരുതുന്നവനും എന്തും സഹിക്കുന്നവനും എപ്പോഴും സന്തുഷ്ടനായവനും ലക്ഷ്യത്തിൽ നിന്ന് പിന്തിരിയാത്തവനും എല്ലാം എന്നിൽ അർപ്പിച്ചവനുമായ ഭക്തൻ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടവനാണ്. ആരോടും ഒന്നും അപേക്ഷിക്കാത്ത നിഷ്കളങ്കനായ സത്യസന്ധനായ ആരിലും മമതയില്ലാത്ത മനക്ലേശമില്ലാത്ത കർത്തൃ സ്വഭാവം വെടിഞ്ഞ ആ ഭക്തൻ എനിക്ക് പ്രിയപ്പെട്ടവനാണ്. ഭൗതിക നേട്ടങ്ങളിൽ സന്തോഷിക്കാതെയും കോട്ടങ്ങളിൽ വെറുക്കാതെയും ദുഃഖിക്കാതെയും ശുഭാശുഭ ചിന്തകളെ പരിത്യാഗം ചെയ്ത് എന്നെ മാത്രം എവിടെയും ദർശിച്ച് പ്രാർത്ഥിക്കുന്ന ഭക്തൻ എനിക്ക് പ്രിയപ്പെട്ടവനാണ്. നിന്ദയും സ്തുതിയും ഒരുപോലെ കണക്കാക്കി കിട്ടുന്ന ഭക്ഷണം കൊണ്ട് സംതൃപ്തനായി സ്ഥിരമായി ഒരിടത്തും തങ്ങാത്ത ഭക്തനും എനിക്ക് പ്രിയപ്പെട്ടവനാണ്. പ്രത്യക്ഷമായും മറയുന്നതായും തോന്നുന്ന ഈ ശരീരം ക്ഷേത്രം എന്നറിയപ്പെടുന്നു. ക്ഷേത്രത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന സത്യമാണ് ക്ഷേത്രജ്ഞൻ. ആ ക്ഷേത്രജ്ഞൻ ഞാൻ തന്നെയാണ്. സത്യദ്രഷ്ടാക്കളായ ഋഷിമാരാലും വിവിധ ഛന്ദസ്സുകളാൽ എഴുതപ്പെട്ടിട്ടുള്ള വേദമന്ത്രങ്ങളാലും ബ്രഹ്മസൂത്രങ്ങളാലും ക്ഷേത്രജ്ഞ രഹസ്യങ്ങൾ പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. പഞ്ചഭൂത തന്മാത്രകളായ രൂപം, ശബ്ദം, ഗന്ധം, സ്പർശം, രസം എന്നിവയ്ക്കും അവയ്ക്ക് കാരണമായ അഹങ്കാരവും അതിനു കാരണമായ ബുദ്ധിയും ബുദ്ധിക്ക് കാരണമായ അവ്യക്തവും ഇന്ദ്രിയങ്ങളും പഞ്ചഭൂതങ്ങളും ആഗ്രഹവും വെറുപ്പ്, സുഖം, ദുഃഖം എന്നിവയും ഇന്ദ്രിയങ്ങളുടെ ഒരുമിച്ചുള്ള കൂട്ടുകെട്ടും അന്ധക്കരണവും നഷ്ടപ്പെടുന്ന ഊർജം വീണ്ടെടുക്കുവാനുള്ള ശക്തിയും ചേർന്നതാണ് ക്ഷേത്രം. അഭിമാനമില്ലായ്മ, ഗർവില്ലായ്മ, അഹിംസാ ചിന്ത, ക്ഷമാശക്തി, സത്യമാർഗം പിന്തുടരുവാനുള്ള ആർജവം, ആചാര്യോപാസന, മനഃശുദ്ധി, സ്ഥൈര്യം, മനോനിയന്ത്രണം എന്നിവയാണ് ആദ്യമായി ശീലിക്കേണ്ട സാധനകൾ. ഇന്ദ്രിയങ്ങളാൽ ആഗ്രഹിക്കപ്പെടുന്ന വസ്തുക്കളോട് വൈരാഗ്യം പുലർത്തി
ജനനം, മരണം, രോഗം, ജര തുടങ്ങിയ ദുഃഖങ്ങൾ നിറഞ്ഞ ശരീരത്തെക്കുറിച്ചുള്ള മോക്ഷദർശനം അറിവിൻ്റെ പാതയിലേക്ക് നയിക്കും. ആസക്തി, ഭാര്യ, സന്താനങ്ങൾ എന്നിവരിലാണ് ജീവിത സാഫല്യം എന്ന ചിന്തയുടെ അഭാവം, ഇഷ്ടാനിഷ്ടങ്ങളിൽ സമചിത്തത എന്നിവയാണ് ജ്ഞാനമാർഗത്തിൻ്റെ മറ്റു വഴികൾ. ജനങ്ങളിൽ നിന്നകന്ന് ഏകാന്തസ്ഥാനങ്ങളിൽ ജീവിക്കുവാനുള്ള താൽപ്പര്യവും വികസിതമാകുന്ന ജ്ഞാനസാധനയുടെ ലക്ഷണമാണ്. ആപേക്ഷികമായ ഉണ്മയോ ഇല്ലായ്മയോ ഉണ്ടെന്ന് പറഞ്ഞുകൂടാൻ കഴിയാത്ത ബ്രഹ്മത്തിന് എവിടെയും കണ്ണും മുഖവും കൈയും കാലുമുണ്ട്. സർവ്വതിൻ്റെയും ഉള്ളിലും പുറത്തും ആ തത്വം നിലനിൽക്കുന്നു. ഇന്ദ്രിയങ്ങളാൽ അവിജ്ഞേയമായ, ഒരേ സമയം ചലിക്കുകയും ചലിക്കാതിരിക്കുകയും ചെയ്യുന്ന, അകലെയും അരികിലുമായ ആ സത്യം എല്ലാത്തിനെയും നശിപ്പിക്കുകയും പിന്നെയും സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ആത്മാവിൻ്റെ ജ്യോതിസിനാലാണ് മറ്റെല്ലാം പ്രകാശിക്കുന്നത്. ക്ഷേത്രജ്ഞനായ ആ സത്യത്തെ മനസ്സിലാക്കാത്തവർ ശരീരസിദ്ധമായ വെളിച്ചമാണ് സത്യമെന്ന് കരുതുന്നു. ശരിയായ വിധം ഞാനീ പറഞ്ഞതെല്ലാം ധരിക്കുന്ന വ്യക്തി എൻ്റെ അവസ്ഥയിൽ എത്തിച്ചേരുന്നു. ക്ഷേത്രജ്ഞൻ നിത്യനും നിർവികാരിയുമാണെങ്കിലും പ്രകൃതിയോട് കൂടുമ്പോൾ സത്വരജസ് തമസ്സുകളുടെ ഫലങ്ങൾ അനുഭവിക്കുന്നു. ഗുണസംഗത്താലാണ് ജീവാത്മാവ് ഭ്രമത്തിൽപ്പെടുന്നത്. എന്നാൽ ഈ ശരീരത്തിലിരിക്കുമ്പോഴും പ്രകൃതിക്കപ്പുറം അദ്വൈതമായി അത് നിലനിൽക്കുകയും ചെയ്യുന്നു. ഭൗതിക ജീവിതത്തിൽ തന്നെ കഴിഞ്ഞുകൂടിയാലും മേൽപ്പറഞ്ഞ ജ്ഞാനമുള്ള വ്യക്തി ജനന മരണഭ്രമങ്ങളിൽ നിന്നും അകലുന്നു. ധ്യാനത്താലും ചിന്തയാലും കർമ്മത്താലും ഈ ജ്ഞാനം കൈവരുത്താവുന്നതാണ്. ഇതൊന്നും അറിയാത്തവർ എന്നെ ഉപാസിച്ചും അറിവുള്ളവർ പറയുന്നത് ആവർത്തിച്ച് കേട്ടും മരണത്തെ തരണം ചെയ്യുന്നു. ഹേ അർജുന, ചരവും അചരവുമായ ഏതൊരു വസ്തുവും രൂപം പ്രാപിക്കുന്നത് ക്ഷേത്രജ്ഞ സംയോഗത്താലാണ്. എല്ലാ ഭൂതങ്ങളിലും ഈശ്വര ചൈതന്യം കാണുന്നവനാണ് സത്യദ്രഷ്ടാവ്. അവൻ്റെ അന്ധകരണത്തിൽ നിന്നും ആ ബോധം പ്രപഞ്ചമാകെ വ്യാപിച്ചു നിറയുന്നു. ശരീരത്തിനുള്ളിൽ നിറഞ്ഞിരിക്കുമ്പോഴും ബോധകാരണ വസ്തു അതിനോട് ചേരുന്നില്ല.